സൂപ്പർ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ചിക്കൻ അച്ചാർ. ഇന്ന് ഞാനിവിടെ ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചിക്കൻ അച്ചാർ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയോടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളിതുവരെ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ, ചിക്കൻ കഴിക്കണമെന്ന് തോന്നുമ്പോൾ. അന്നേരം അങ്ങനെ തയ്യാറാക്കി വെച്ച് നോക്കുക. ഞാനിവിടെ ചിക്കനെല്ലാം ഒന്ന് കഴുകി എല്ലില്ലാത്ത ഭാഗങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഉണ്ട്, കുറച്ച് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, എരിവില്ലാത്തത് മീഡിയം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത്, പിന്നെ കുരുമുളക് പൊടി എൻ്റെ കയ്യിൽ അധികം ഇല്ലാഞ്ഞതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഇഷ്ടമല്ല എങ്കിൽ ചേർക്കണ്ട. അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഇത് സ്പൂൺ കൊണ്ട് ഇത് മിക്സ് ചെയ്തപ്പോൾ ശരിയായില്ലെന്ന് തോന്നുന്നു. കൈ കൊണ്ട് ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സോയാബീൻ്റെ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ നല്ലെണ്ണ കിട്ടത്തില്ല, വെളിച്ചെണ്ണ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് സോയാബീൻ്റെ എണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ എണ്ണയിലേക്കാണ് ചിക്കൻ വറുത്തെടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പം ഇതുപോലെ ചെറിയ കുക്കിംഗ് വീഡിയോയും പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ എംപിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ചാനലിൽ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഈ ചിക്കനെല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനല്ലേ, അത് വേവുണ്ടല്ലോ, ശരിക്കും വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഇത് അടച്ചു വെച്ച് ആ എണ്ണയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അത് ഞാൻ അടച്ചു വെച്ച് ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലവണ്ണം. നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്ന പോലെ തന്നെ ചിക്കൻ വറുത്തെടുക്കാം. ഇത് ഞാൻ ഈ പാത്രത്തിൽ അതുപോലെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് മാറ്റി ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തു. അന്നേരം ഇത് നല്ലവണ്ണം ഫ്രൈ ആയിട്ട് കിട്ടി. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കുമ്പം ഇത്രയും ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല, അത് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റി. ഇനി അതിൽ നമുക്ക് ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം അച്ചാറിടാനായിട്ട്. ആ എണ്ണ ഞാൻ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കടുക് ചേർത്ത് കൊടുത്തു. കടുക് എനിക്ക് തോന്നുന്നു ഇത്രയും വേണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഹിന്ദിക്കാരാണെങ്കിൽ ഈ ചിക്കനകത്ത് കടുക് ചേർക്കത്തേ ഇല്ല. നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു ചിക്കനകത്ത് കടുക് ചേർക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, കടുക് ചേർത്ത് ആവശ്യത്തിന്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ചതയ്ക്കാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ചതച്ചത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് അത് ചതച്ച് ചേർത്തു. ഇനി ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിന്ന് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ. ഇതൊന്ന് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് നല്ല ഫ്രൈ ആയിട്ടെടുക്കണം. ചിക്കൻ്റെ അച്ചാറൊക്കെയല്ല, അത് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. എണ്ണ വെള്ളത്തിൻ്റെ മയമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പെട്ടെന്ന് കുട്ടികളുള്ളിടത്താണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടി. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തു,
എരിവുള്ള മുളക് പൊടി ചേർത്തു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് അല്പം മാത്രം ഉലുവാപ്പൊടി, അച്ചാറല്ല അതുകൊണ്ട് ഇച്ചിരി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചിക്കന് നമ്മൾ ഉലുവ ചേർക്കാറില്ലല്ലോ. പിന്നെ ഒരു അല്പം മാത്രം ചേർത്ത് കൊടുത്തു. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ അല്പം മാത്രം ഗരം മസാല പക്ഷേ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ ആദ്യമേ ചിക്കനകത്ത് ചേർത്തു. ഇനിയില്ല, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി ഇനി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി എടുക്കണം. പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ അതൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയും നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടി പറ്റത്തില്ല. എന്നാലും തുടർച്ചയായിട്ട് ഇളക്കി നല്ലവണ്ണം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അല്പം കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടുത്തെ കായപ്പൊടി ഇതുപോലെ വെള്ള കളറിൻ്റെയാണ്. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം വിനാഗിരിയാണ് ചേർത്തത്, അത് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇത് കുറേ ദിവസങ്ങൾ വെക്കാനാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അച്ചാറിടുന്നതാണ് നല്ലത്. അതേസമയം പെട്ടെന്ന് തീരും എന്ന് ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം, ഞാനിവിടെ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വെള്ളം ചേർക്കേണ്ടെങ്കിൽ ചേർക്കേണ്ട. പിന്നെ ചാറ് ഇതുപോലെ നല്ല ഗ്രേവി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് അച്ചാറിടാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമല്ലോ അവർക്ക് കഴിക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആക്കിയെടുത്ത് നല്ല മസാല ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇളക്കിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാ മെത്തേഡുകളും ഓരോരുത്തരുടെയും രീതികൾ വേറെ വേറെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിയിൽ മാത്രമാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.